ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ കിടന്ന് മനഃപൂർവ്വം മാങ്ങ തിന്നുവാണോ? പ്രമേഹം കൂട്ടി ജാമ്യം കിട്ടുന്നതിനായി കെജ്രിവാൾ മാങ്ങയും മധുരവും കഴിക്കുന്നുവെന്ന വിചിത്രവാദം ഉന്നയിച്ചത് ഇഡിയാണ്. ഇഡിക്കിന്ന് എണ്ണി മറുപടി നൽകി കെജ്രിവാൾ. ഇങ്ങനെയൊക്കെയായിരുന്നു ആ മറുപടി. കോടതി നിർദ്ദേശിച്ച പോലെ തിഹാർ ജയിലിലേക്ക് തനിക്ക് വീട്ടിൽ നിന്നും ഭക്ഷണം എത്തിച്ചത് 48 തവണയാണ്. അതിൽ 3 തവണ മാത്രമാണ് മാങ്ങ ഉണ്ടായിരുന്നത്. ഏപ്രിൽ 8 ശേഷം മാങ്ങ കഴിച്ചിട്ടേയില്ല. പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും സ്ഥിരം കഴിക്കുന്നില്ല. നവരാത്രി പ്രസാദമായി എത്തിച്ച പൂരിയും കിഴങ്ങുമാണ് ഒരിക്കൽ താൻ കഴിച്ചത്. പ്രമേഹ രോഗിയായതിനാൽ പഞ്ചസാരയിട്ട് ചായ കുടിക്കാറുമില്ല. പഞ്ചസാരയ്ക്ക് പകരം കിട്ടുന്ന ഷുഗർ ഫ്രീ ആണ് ചായയിലിടുന്നത്. പ്രമേഹം മനഃപൂർവ്വം കൂട്ടുന്നെന്ന് ഇഡി പറയുന്നു. പക്ഷാഘാതത്തിന് ഇടവരുത്താൻ തക്ക റിസ്ക് താൻ എടുക്കുന്നെന്നാണോ ഇഡി ഉദ്ദേശിക്കുന്നത്? ഫെബ്രുവരി 1 മുതൽ ഇൻസുലിൻ എടുക്കുന്നയാളാണ്. അറസ്റ്റിലായതോടെ അത് മുടങ്ങി. ജയിലിൽ വന്ന ഡോക്ടർ പോലും ഇൻസുലിൻ നൽകിയില്ല. എനിക്ക് ഉചിതമായ ചികിത്സ നൽകാൻ ജയിൽ അധികൃതരോട് നിർദ്ദേശിക്കണം. തടവുകാരന് ആരോഗ്യം സംരക്ഷിക്കാൻ അവകാശമില്ലെന്ന് ആരും കരുതരുത്. പ്രമേഹബാധിതനായ തൻ്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കണമെന്നും തനിക്ക് ഡോക്ടറുടെ സേവനം വേണമെന്നും കാണിച്ച് ഡൽഹി കോടതിയിൽ നൽകിയ കെജ്രിവാളിൻ്റെ ഹർജിയെ എതിർത്താണ് നേരത്തെ ഇഡി വിചിത്രവാദമുയർത്തിയത്. ജയിലിൽ ഇൻസുലിൻ എടുക്കാൻ അനുവദിക്കണമെന്നും ഡോക്ടറുമായി 15 മിനിറ്റ് വീഡിയോ കോൺഫറൻസ് അനുവദിക്കണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇഡിയുടെ വാദം തള്ളിയ കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ഒരു കാര്യം സൂചിപ്പിച്ചു. മാങ്ങ നിറയെ ഷുഗറാണെന്ന് തോന്നുമെങ്കിലും കാര്യം അങ്ങനെയല്ല. മാങ്ങയിലെ ഷുഗറിൻ്റെ അളവ്, അതായത് ഗ്ലൈസമിക് ഇൻഡെക്സ്, അരിയിലേതിനേക്കാൾ വളരെ കുറവാണ്. ഒരു കാരണവശാലും മാങ്ങയും പഴവും ചിക്കുവുമൊന്നും കെജ്രിവാളിന് കൊടുക്കരുതെന്ന് ഇഡിയുടെ അഭിഭാഷകൻ വീണ്ടും ആവശ്യമുയർത്തിയിട്ടുണ്ട്. ഒടുവിൽ കോടതി ഒരു കാര്യം പറഞ്ഞു: കെജ്രിവാളിൻ്റെ ഭക്ഷണക്രമം നിർദ്ദേശിക്കപ്പെട്ട പോലെയല്ല, അത് പരിശോധിക്കണം.